ഇല്ല നല്ല തെളിഞ്ഞ വെള്ളം നോക്കി. എടാ നീ ഒരു ഡാൻസ് ചെയ്യ് നോക്കട്ടെ. കുഞ്ചിയമ്മയ്ക്കോ? അല്ല. അയ്യേ. ഇപ്പോൾ ഫ്രൈഡേ ആയി. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി. ഇടയ്ക്ക് നമ്മളൊരു കഫേയിൽ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാം. ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് വരുന്നിടം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. രാത്രിയൊക്കെ നല്ല തണുപ്പാണ്. അപ്പം പക്ഷേ ഇപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കിനും നല്ല ചൂടുണ്ട്. നൂനു പിന്നെ പഴയ പണി തന്നെയാണ്. എല്ലാ വീഡിയോയിലും കാണുന്ന മാതിരി ഇതാ കല്ല് പെറുക്കി നടക്കുന്നുണ്ട്. ഇത് സംഭവം എവിടെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് അൽദഹാബ് എന്നാണ്. അൽദഹാബ് എന്ന് എഴുതിയിട്ടുണ്ട്, ചില സ്ഥലത്ത് അൽദബാബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ സൂറ് വഴിക്ക് പോകും. മസ്കറ്റിൽ നിന്ന് നമ്മൾ അല്ലംറാത്ത് സൂറ് വഴി പോകുമ്പോൾ ഫസ്റ്റ് ഒരു എക്സിറ്റ് കാണാം നമ്മുടെ വാദി അൽ അർബീൻ്റെ. വാദി അൽ അർബീൻ്റെ എക്സിറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത എക്സിറ്റാണ് ഈ പറയുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിമാ സിംഗോൾ ഫിൻസ് ബീച്ചിലേക്കൊക്കെ പോകുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ വെറുതെ ചെറുതായിട്ട് അവിടെ നിന്ന് എക്സിറ്റ് എടുത്ത സമയത്ത് ഇങ്ങനെ വഴി നോക്കാൻ വേണ്ടി വണ്ടി ഒന്ന് സ്ലോ ആക്കി കഴിഞ്ഞപ്പോൾ കണ്ടായത് ഇവിടെ കുറേ ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. ഒട്ടകത്തിന് സൗണ്ടൊക്കെ കേട്ട് നൂനുകൂട്ട നൂന് ലേശം ഒന്ന് പേടിച്ചിട്ടുണ്ട്. നീ പേടിയുണ്ടോ? ഒട്ടകത്തിന്റെ ഗ്യാസാ. ഒട്ടകത്തിന്റെ സൗണ്ടാടാ അത്. അപ്പം നമ്മൾ പോയ സ്ഥലത്ത് വെള്ളം തീരില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ദഗ്മാർ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ബീച്ച് ഉണ്ടായിരുന്നു. ഫിൻസ് ബീച്ചിന്റെയും ഭീമാ സിംഗോളിന്റെയും ഇവിടെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്യാമറ ഒക്കെ ഉണ്ട് ബാക്കിലായിട്ട്. സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് ഇതാ ഫുഡൊക്കെ റെഡിയാക്കി ഇതാ ചെയറൊക്കെ സെറ്റാക്കുന്നു. ഇതാ നൂനിന്റെ കളിപ്പാട്ടുമായിട്ട് ഇക്ക വരുന്നു. ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ടുകൊണ്ട് നമ്മളെ തലശ്ശേരിക്കാരൻ്റെ ബിരിയാണിയാണ്. എന്താണ് അവസ്ഥ എന്നറിയില്ല. നൂനു ബിരിയാണി എങ്ങനെ ഇഷ്ടമാണോ നൂനുക്ക്? എനിക്ക് ബിരിയാണി വേണോ? നല്ല നമ്മുടെ കറക്റ്റ് പറയണ നമ്മൾ പ്രൈവറ്റ് ബീച്ചുമായിട്ടുള്ള സ്ഥലം കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് നമ്മളൊരു പിന്നെ എന്താ പറയുക ഫിൻസ് ബീച്ച് എത്തുന്നതിന് തൊട്ട മുന്നുള്ള ഒരു സെക്ഷനാണ്. നൂനൂനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന സെക്ഷനാണ്. കംപ്ലീറ്റ് ഇതാകണ്ടോ കല്ലോട് കല്ല. പക്ഷെ എല്ലാം ഉരുളങ്കല്ല്, നല്ല രസമുള്ള കല്ല. വേറെ ആരുമില്ല, അടുത്തൊന്നും ആരുമില്ല. സുഖമായിട്ട് ഉച്ചക്ക് വാങ്ങിയ നല്ല ബിരിയാണി തട്ടാൻ പോവാ. കഴിച്ചോ? സാലഡ് അടിക്കുക. സാലഡ് എങ്ങനെയുണ്ട്? ഇവിടെ പിന്നെ വേറെ ആരുമില്ല. നീ വേണേ മാസ്ക് അയച്ചോ, കുഴപ്പമില്ല. നൂനു മാസ്ക് അയച്ചു, ഇവിടെ ആരുമില്ല. നമ്മുടെ അടുത്തൊന്നും ആരും ഇല്ലല്ലോ. സാലഡ് നല്ല ടേസ്റ്റ് ഇല്ലേ? അതാണ് ഇപ്പൊ കാണുന്നത്. എന്താടാ? ചിക്കൻ ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണിന്റെ വെച്ച് ചിക്കൻ ഉണ്ടാവൂലേ? ചിക്കൻ വേണ്ടേ? അത് കൊള്ളാം. ഇങ്ങനെ എന്ത് ചെയ്യുക? കളിക്കാണോ? എന്റെ പേര് ഇതാ ഒരു ബിരിയാണിയൊക്കെ അടിച്ച് നല്ല സെറ്റ്. അതെ നമ്മളിതാ ദഗ്മാർ ബീച്ചിലെത്തി. ഇപ്പൊ ബീച്ചിൽ എന്താണ് നമ്മുടെ ടീംസിനൊക്കെ പരിപാടി എന്ന് പോയി നോക്കാം. യൂണിക്കുട്ട ഇത് കളിച്ചുകൊണ്ടിരിക്കുക. ഹലോ ഹായ്. ഹലോ പാത്തുക റെസ്റ്റ് ഒക്കെ എടുക്കുക. ഫിൻസ് ബീച്ച് എത്തുന്നതിന് തൊട്ട മുന്നേ ഉള്ള എക്സിറ്റിൽ അൽ ദഗ്മാർ ബീച്ച് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഈ പ്രാവശ്യത്തെ വീക്ക് ഭയങ്കര ടഫ് ജോബായിരുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ഒന്ന് ഫ്രീ ആയി ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന സ്ഥലം വേണമെന്ന് വിചാരിച്ച് വന്നതാണ്. കറക്റ്റ് അതേപോലെയുള്ള സ്ഥലം. വേറെ
നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും ആരുമില്ല. അതായത് പിന്നെ ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ മണ്ണിട്ട സെഡാൻ കാറുകളൊക്കെ പോവും. പിന്നെ ചെറിയൊരു മണ്ണിട്ട വഴി പോകുന്നുണ്ട്. അതിൽ കുറേ ആൾക്കാരൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട്. അതിൽ ഓരോ 50 മീറ്റർ കഴിയുമ്പോൾ ഇങ്ങനത്തെ ഓരോ സ്ഥലം വരുന്നത്. അവിടെ ഓരോരുത്തർ പാർക്ക് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് ഇതുപോലെ പായയും പിന്നെ ടെൻറ്റും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുക. നമുക്ക് പിന്നെ ആഴ്ച മൊത്തം പീസായിട്ട് കുഴപ്പമില്ല. എടാ നീ ഒരു ഡാൻസ് ചെയ്യ് നോക്കട്ടെ. കുഞ്ചിയമ്മയ്ക്കോ? അല്ല, ഷോ യുവർ സ്കിൽസ്. ഓക്കെ, നമ്മളെ ഫേവറേറ്റ് കളി എടുക്കാം. ആ വെള്ള കല്ലില്ലേ, ആ കാണുന്ന കല്ല്, അതിലേക്ക് 3 പ്രാവശ്യം എറിഞ്ഞിട്ട് ആദ്യം കൊള്ളുന്നതാണ്. ആ ദൂരെ ഇരിക്കുന്ന കല്ലില് ആദ്യം എറിഞ്ഞ് കൊള്ളിച്ചാൽ നമുക്ക് ഈ വർഷം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കിട്ടും. ഇങ്ങനത്തെ സിമ്പിൾ ടാസ്ക് പ്ലീസ് എറിഞ്ഞാലും. അതാ വെള്ള ആ വെള്ള ഡിസംബറായി. അത് ഞാൻ ആദ്യം എറിഞ്ഞ് കാണിച്ചുതരാം. വേറെ എനിക്ക് ഈസി ടാസ്ക് ആണല്ലോ. അതാ അതിന്റെ ഇപ്പുറത്തുള്ളത്. അത് മുന്തിരി അങ്ങനെ ഈസി. വേണ്ട അതെ, കളി നിർത്താം. അതിന്റെ താഴെ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ മിക്കവാറും തല എറിഞ്ഞ് പൊട്ടിക്കും. വേണ്ട കളി നിർത്താം. ഇതിന്റെ ഇപ്പുറത്തെ ഒരു കല്ല് കണ്ടോ, ആ കുഞ്ഞൊരു വെള്ള ഉണ്ടക്കല്ല്. അത് കൊള്ളാം. കൊണ്ടില്ല അതിന് ഇപ്പറേ. നിക്ക് 3 നീയല്ല. കൊണ്ടില്ല അതിന് ഇപ്പറേ. ഇല്ലല്ല, അത് കണ്ടില്ല. ഈ കള്ളക്കളി ഒന്നുമല്ല, അത് കൊണ്ടില്ലേ. വമ്പിച്ച് തോൽവി. ഓ വൻ ദുരന്തം. അയ്യേ, എന്നാ പിടി. നിർത്ത്. പരിപാടി കഴിഞ്ഞു. നീ 6 എണ്ണല്ലേ എറിഞ്ഞ്? ഞാൻ 6 എണ്ണം. ഓക്കെ, എത്ര 6 കൊള്ളിക്കണം? ഒന്ന് കൊള്ളിക്കട്ടെ. ജസ്റ്റ് ഇല്ല, സൈഡിൽ കൂടെ പോയതാണ്. ഇല്ല. ഇത് കൊള്ളണേ. ആ ചമ്മിയ മുഖം ഒന്ന് കാണിക്കോ? അയ്യേ, ഇതുണ്ടോ ഈ ബീച്ചിന്റെ പ്രത്യേകത ഇതാട്ടോ. ഇതുണ്ടോ കല്ലുകൾ, അടിപൊളി കല്ലുകളാ. ഇതിങ്ങനെ കടലിന് വെള്ളം വന്നിങ്ങനെ തിരയടിച്ച് ഇവിടുത്തെ കല്ലുകളൊക്കെ റൗണ്ടായി. ഈ ബീച്ച് മുഴുവൻ ഇപ്പം ഇങ്ങനത്തെ കല്ലുകളാ. ഉണ്ടോ, ഇഷ്ടം പോലെ. അടിപൊളിയാ. ഇപ്പൊ ചെയ്യട്ടെ ഓരോന്നും ഇടട്ടെ. ഈസി. അയ്യോ, പാളി. ഇതെവിടെ പോവാ? ബോക്സ് തുറക്കുമ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോൺ. ആദ്യം ഇത് മാറ്റി വെക്കുക. ഇത് സംഭവം നമുക്ക് കാറ്റുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം. കാറ്റുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ കാറ്റുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, കാറ്റിൻ്റെ ഡയറക്ഷൻ നോക്കി ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സംവിധാനം. നമ്മുടെ ക്യാമ്പിങ്ങിന്റെ ചായപാത്രം. ഗ്യാസ് എടുക്കണം. ഗ്യാസ് എടുത്ത് ന്യൂട്ടാ ഗ്യാസ് അവിടെ ആ ചോപ്പ് അത് ഗ്യാസ് ആണ്. ഗ്യാസ് നമ്മൾ പിന്നെ ഇതിനൊക്കെ അല്ല അത് ഇതാവും പൊള്ളും, തീ വരുന്നു തന്നെ ഇതാ നല്ലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടൈൻ ഗ്യാസ്. ഇത് കണ്ടോ, അപ്പോൾ ഇതാണ് ബ്യൂട്ടൈൻ ഗ്യാസ്. അപ്പോൾ ഇതുപോലെ വാങ്ങാൻ കിട്ടും. ഓക്കെ, ഇത് വാങ്ങിയിട്ട് ഇത് നമ്മൾ മടിയന്മാർക്ക് പറ്റിയ പരിപാടി കേട്ടോ. ആദ്യം പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മറ്റേ ചാർക്കോളിലൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു കുടിക്കുന്നത്. അത് കുറേ സമയം എടുക്കും. അയ്യോ, കല്ലിട്ടോ. ഇതാവുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യും. അങ്ങനെ വാങ്ങിയാൽ. അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആയില്ല ഇത് ചൂടായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കാണിച്ച് ഇതാ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റും, ഇങ്ങനെ ഒരു വെട്ട് കാണാൻ പറ്റും. അതിവിടെ കറക്റ്റ് ഇത് പൊക്കിയിട്ട് ഇത് എവിടെയാണോ വെട്ട് വരുന്നത് ആ ഭാഗത്ത് കറക്റ്റായിട്ട് കൊടുക്കണം. അതായത് ഇപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഇതിവിടെ വരണം. കറക്റ്റായിട്ട് നമ്മൾ ഈ പൊക്കുന്ന ഭാഗത്ത് ഇത് വരണം, അല്ലെങ്കിൽ ലീക്കാവും. നമ്മൾ തുടക്കത്തിൽ നമുക്ക് അങ്ങനെ 1-2 തവണ നമ്മൾ ചെയ്തപ്പോൾ ലീക്കായിപ്പോയി. ഇപ്പോൾ അത് സംഭവം പഠിച്ചു. ഇങ്ങനെ കറക്റ്റാക്കി കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ലോക്കാം. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാ, കറക്റ്റ് സെറ്റായി. നമ്മൾ അടച്ചു വെക്കാം. സിമ്പിൾ, ഇത്രേ ഉള്ളൂ.
ഇനി നമ്മളിത് അവിടെ ലോക്ക് ഇടാം. ഇത് കണ്ടോ, ഇതിപ്പോൾ അൺലോക്കിൽ നടക്കുന്നത്. താഴോട്ട് പ്രസ് ചെയ്താൽ ലോക്കായി. ഇപ്പോൾ ലോക്കായി. ഇനി നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഫ്ലെയിമും ഉണ്ട്. കണ്ടോ, സംഭവം വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവും. ഏത് ശരിയാണ്. ചാപ്പടി ഇല്ലല്ലോ. ഇതാണോ ചാപ്പടി? ഓക്കെ. പഞ്ചസാര മോനെ 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 അതിൻ്റെ അകത്തിരുന്ന പഞ്ചസാര എല്ലാം വിളിക്കും. അതിൻ്റെ അകത്തിരുന്ന് കപ്പിൻ്റെ ചായപ്പൊടി കൊണ്ടുവന്നതാണ്. പറഞ്ഞു പോയത്. ചായപ്പൊടി എവിടെ? ആ അതാ ചായപ്പൊടി. നമ്മുടെ മേറ്റിൻ്റെ വെളി വരല്ലേ. അടുത്ത പ്രാവശ്യം നമ്മൾ കടക്കിൻ്റെ പൗഡർ ഉണ്ടോ? പൗഡർ ആയിട്ട് കിട്ടുമോ? ആ മതിയാവും തോന്നുന്നു. വെള്ളിയാഴ്ച കോളം എടുക്കത്തില്ലായിരിക്കല്ലേ. നല്ല തണുപ്പുണ്ടോ? തണുപ്പില്ല. ഇല്ല. നല്ല തെളിഞ്ഞ വെള്ളം നോക്കി. പാല് ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട്. പക്ഷെ നല്ല ആഴമല്ല, അത്യാവശ്യം ആഴമുണ്ട്. പക്ഷെ ക്ലിയർ വെള്ളം. സ്പോട്ടായാലും അടിപൊളി. ഈ സ്പോട്ടിൻ്റെ GPS ലൊക്കേഷൻ നമ്മൾ എന്നും കൊടുക്കുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു ടൈമിൽ ഇന്ന് ഏതായാലും ഇവിടെ അടിപൊളിയാണ്. കടലായതുകൊണ്ട് കറക്റ്റ് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാലേ നമ്മളൊരു ഫാമിലി ആയിട്ട് ഒന്ന് ഐസൊലേറ്റഡ് ആയി ഒന്ന് സമാധാനത്തോടു കൂടി ഒന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അടിപൊളി പ്ലേസാണ്. പക്ഷേ കടലായതുകൊണ്ട് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത ആഴ്ച ഇവിടെ വരുമ്പോഴത്തേക്കും മൊത്തം സീനും മാറിയിട്ടുണ്ടാവും. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ലൊക്കേഷൻ ഏതായാലും ഇതിന് കൊടുക്കാം. ഒന്നും സാരമില്ല. പറ്റും, നിനക്ക് പറ്റും. കേറടാ, വലിഞ്ഞ് കേറ്. ഞാൻ ആവി പിടിക്കത്തില്ല. നീ കേറട്ടെ. വാ, നൂന് ജയിച്ചേ. കണ്ടോ, നൂനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. താങ്ക് യു.